നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ എല്ലാ കണ്ണുകളും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ നേരെ വടകരയിലേക്ക് തുറന്നിരിക്കുകയായിരുന്നു. കാരണം വേറൊന്നുമല്ല, വടകരയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കെ ശൈലജ വന്നത് തന്നെയാണ്. അങ്ങനെ ആയപ്പോൾ UDF അതൊരു തലവേദനയായി മാറി. എന്തായാലും കെ മുരളീധരനെ തന്നെ വടകരയിൽ നിർത്താമെന്നായിരുന്നു UDF ആദ്യത്തെ തീരുമാനം. പൊതുവെ മികച്ച ഒരു സ്ഥാനാർത്ഥിയായി തന്നെയാണ് മുരളീധരനെ എല്ലാവരും പരിഗണിക്കുന്നത്. അത് LDF മറിച്ചൊരു അഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കെ ശൈലജയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ മുരളീധരന് കഴിയുമെന്ന് തന്നെ നേതൃത്വം കണക്കുകൂട്ടി. അതിനിടയിലാണ് മുരളീധരൻ്റെ സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയിലുള്ള കൈലുകുത്ത് അവസാനിപ്പിച്ച് നേരെ BJPയിലേക്ക് ചാടിയത്. അത് കോൺഗ്രസിന് വലിയ ക്ഷീണമൊക്കെ ആയി മാറി. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വലിയ വിജയം നേടുമെന്ന് കൂടി പറഞ്ഞപ്പോൾ എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്നായി കോൺഗ്രസ് നേതൃത്വം. പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും ഇപ്പോൾ ജയിച്ച് കാണിച്ചു തരാം മാളോരെ എന്ന് പറഞ്ഞു നിന്ന TN പ്രതാപൻ്റെ ചങ്കിലിട്ട് കുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തിരുത്ത് എന്ന പേരിൽ പുതിയ പട്ടികയും പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഇത്തവണ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പ്രതാപൻ റണ്ണൌട്ടായി. ഇത്തരം പണി കാരണമാണ് നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ടാകുന്നത് എന്തൊരു കഷ്ടമാണ് എന്നൊരു പരസ്യവാചകം തന്നെ ഉണ്ടായത് എന്ന് തോന്നുന്നു. എന്തായാലും ഇത്തവണ കായ്ക്ക് തൊടാൻ പോലും സീറ്റില്ലാത്ത പ്രതാപൻ ചുവരെഴുത്ത് മായ്ക്കുക മാത്രമായിരുന്നില്ല, പകരം മുരളിയേട്ടൻ്റെ പേര് ചുമരിൽ ചാർത്തിക്കൊണ്ടാണ് യഥാർത്ഥ പ്രവർത്തകനായി മാറിയത്. എന്താ TN പ്രതാപൻ കഴിവില്ലാത്ത നേതാവായതുകൊണ്ടാണോ മാറ്റിയത് എന്നൊന്നും ചോദിക്കേണ്ട. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു. പിന്നെ കെട്ടിപ്പിടിക്കലായി, ഉമ്മവയ്ക്കലായി, കണ്ണു നിറച്ചുള്ള സംസാരങ്ങളായി, വികാര വായ്പോടുകൂടിയുള്ള പ്രകടനങ്ങളായി. അങ്ങനെ എന്തായാലും തൃശ്ശൂർ എടുക്കാൻ നടക്കുന്ന സുരേഷ് ഗോപിക്ക് അത് കൊടുക്കില്ല എന്ന് മുരളിയേട്ടനും ഉറപ്പിച്ച മട്ടാണ്. സുരേഷ് ഗോപി 3ാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നതെന്ന് മുരളിയേട്ടനും ഉച്ചത്തിൽ തന്നെ പ്രഖ്യാപിച്ചു. അതിനിടയിലാണ് ഒഴിവ് വന്ന വടകര സീറ്റിൽ ആരെ പരിഗണിക്കുമെന്ന സംശയവും നേതൃത്വത്തിനുണ്ടായത്. ഉടനെ ഉത്തരവായി. യൂത്തന്മാരിൽ യൂത്തനായ ഷാഫി പറമ്പിലിനെ തന്നെ ആകാം എന്നായി നേതൃത്വം. അങ്ങനെ ഷാഫിക്ക കഥയും വികാര പ്രകടനങ്ങളുമായി സ്വന്തം വാചക കസർത്ത് കൊണ്ട് വടകരയിൽ ശൈലജയെ തകർക്കുമെന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ എവിടുന്നോ ഒരുത്തൻ പദവി യൂത്തന്മാരുടെ പണിയുമായി ഇറങ്ങി. എന്താണെന്നല്ലേ ഉഡായിപ്പ്. ഇത്തവണ വ്യാജരേഖയല്ല, മറിച്ച് കെ ശൈലജയെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും മോർഫ് ചെയ്ത ചിത്രങ്ങളുമായി ഇറങ്ങുകയായിരുന്നു. മോർഫിങ്ങിൻ്റെ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുൻപന്തിയിലാണെന്ന് നമ്മുടെ ബിന്ദു കൃഷ്ണയ്ക്ക് വരെ അറിയാമല്ലോ. EP സഖാവിനത് നേരത്തെ അറിയാം. EP ഭാര്യയെ മാറ്റി യൂത്തന്മാർ അവിടെ സ്വപ്ന സുരേഷിൻ്റെ പടം വെച്ചതിൻ്റെ നാണക്കേടും കുടുംബകലവും എത്രത്തോളം ഉണ്ടെന്ന് EP നന്നായി അറിയാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഉഡായിപ്പുമായിട്ട് കോൺഗ്രസ്സുകാർ ഇറങ്ങുന്നത് അത് ആദ്യമൊന്നുമല്ല. മോർഫ് ചെയ്ത ചിത്രങ്ങളിൽ പ്രചരിപ്പിക്കുക, നാട്ടിൽ അടിയുണ്ടാക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരക്കാർക്ക് ഏറെ പ്രിയം. എന്തായാലും കെ ശൈലജ പരാതിയുമായി തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ പരാതിയുടെ ബലത്തിൽ കോഴിക്കോട് നെടുമണ്ണൂർ സ്വദേശിയായ മിൻഹാജിനെതിരെ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 4 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ളത്. ഈ കേസിൽ ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളവരെല്ലാം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അശ്ലീല പരാമർശം പോലും നടത്തിക്കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വ്യാപകമായി ഇത്തരം ആളുകൾ പ്രചരിപ്പിച്ചത്. മനോരോഗികൾ എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല രീതിയിൽ കോൺഗ്രസ്സുകാർക്ക് പൊതുവെ പിടിയില്ലാത്ത മാന്യമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള പാനൂർ സ്ഫോടനമടക്കം മുന്നിലുള്ളപ്പോഴും ഇത്തരത്തിൽ കേരളത്തിലേറെ ശ്രദ്ധേയയായ ഒരു വനിതാ നേതാവിനെതിരെ ഇങ്ങനെയുള്ള പടച്ചുവിടലുകൾ ഉണ്ടാക്കിയവരെ ഏത് ഭാഷയിൽ വിമർശിക്കണമെന്നറിയില്ല. അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും അത് നെറികേട് തന്നെയാണ്. ഈ തരംതാണ രാഷ്ട്രീയ ചിന്താഗതിയുള്ളവർക്ക് ഇത്തരത്തിലുള്ള പണി ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ വലിയ പ്രതികരണവും നടത്തിയിട്ടില്ല. അതെങ്ങും ഞങ്ങൾ കണ്ടതുമില്ല. രാഷ്ട്രീയം എക്കാലവും ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളായിരുന്നു. അത് മാറി ഇപ്പോൾ വ്യക്താധിക്ഷേപത്തിലേക്കും തരംതാണ പ്രചാരണങ്ങളിലേക്കും മാറിയിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഇടതുകാർ ചെയ്താലും വലതുകാർ ചെയ്താലും. കാര്യങ്ങൾ ഇങ്ങനെ ആയപ്പോൾ കേരളത്തിലെ വനിതാ അംഗങ്ങൾ മിണ്ടാതിരുന്നതിനെ നമ്മുടെ ശൈലജ ചൂണ്ടിക്കാട്ടിയപ്പോൾ കെ രമ ഒരു പ്രസ്താവന ഇറക്കി. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നായിരുന്നു കെ രമയുടെ അഭിപ്രായം. ഇതിപ്പോൾ കെ രമ പറഞ്ഞിട്ട് വേണോ ഞങ്ങളറിയാൻ എന്നായി ഒരു കൂട്ടം. അത് കഴിഞ്ഞ് ഷാഫി പറമ്പിലിനെ ഒന്ന് വെളുപ്പിക്കാനായി അടുത്ത ശ്രമം. ഈ ചെയ്തതൊന്നും ഷാഫിയുടെ അറിവോടെ അല്ല നടന്നിട്ടുള്ളത് എന്നായി. മറിച്ചുള്ള പ്രചാരണങ്ങൾ കളവും അസംബന്ധവുമാണെന്നും കൂടി പറയാനുള്ള തൻ്റെ ഇടം കെ രമയ്ക്കുണ്ടായി. തെറ്റ് ചെയ്തവരെ കണ്ടെത്തുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും കൂടി വേണമെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നെ സ്ത്രീകൾക്ക് ഉള്ള വാക്കുകൾ, സ്ത്രീകൾക്കെതിരായി ഇത്തരം പ്രവണത ഉണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നും കൂടി പറഞ്ഞു വെച്ചു.
പിന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ 10 പറഞ്ഞില്ലെങ്കിൽ കെ കെ രമയ്ക്ക് തികയില്ല. ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നതിന് കാരണം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കഴിവുകേടാണെന്നും കൂടി പറഞ്ഞു. ശരിയാണ്, വ്യാജരേഖ ചമച്ചുകൊണ്ട് എന്തിനേറെ നമുക്ക് പറയാൻ നമ്മുടെ തമിഴ് നടൻ അജിത്തിൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് പോലും ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനായവർ വരെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം കൊണ്ടാണ് ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുന്നത്. അത്തരക്കാരെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാണ് പാർട്ടി ഇടപെടൽ നടത്താത്തത്? ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇതുവരെയായി ഒരു മോശം പരാമർശങ്ങളോ അതുമല്ലെങ്കിൽ പതിവ് കോൺഗ്രസ്സുകാർക്കുള്ള സ്വഭാവ സവിശേഷതകളോ ലേശം ഇല്ലാത്ത ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഹുൽ മാങ്കൂട്ടവുമായി ഒരിക്കൽ പോലും ഒരു താരതമ്യം അർഹിക്കാത്ത ഒരു യുവ നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചെറുകിട ഞരമ്പന്മാരെ തുടലഴിച്ച് വിടുമ്പോൾ ഷാഫി ഒരു കാര്യം കൂടി ഓർക്കണം. കെ കെ ശൈലജ എന്ന രാഷ്ട്രീയ നേതാവിന് ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ട്. ആ മതിപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മൂന്നാംകിട തക്കിട തരികിട പരിപാടിയുമായി ഇറങ്ങുന്നത് നിങ്ങളുടെ പേരിന് കൂടി ദോഷം വരുത്തുന്നതാണ്. ഇമാതിരി പരിപാടികൾ ഒരിക്കലും നിങ്ങളെപ്പോലുള്ളവർക്ക് ചേർന്നതല്ല. ഇമാതിരി പരിപാടികൾ കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകാൻ കഴിയുമായിരിക്കും, പക്ഷേ MP ആകാൻ ഇത്തിരി പാടാണ്.